നമസ്കാരം. വിദേശത്ത് പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ഡൗട്ട്സ് ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മാത്യു ആണ്. അദ്ദേഹം സീനിയർ കൺസൾട്ടൻ്റാണ്. സാർ വെൽക്കം. സാർ താങ്ക് യു. യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പോൾ. എന്നാൽ യു കെയോട് ചേർന്ന് കിടക്കുന്ന അയർലൻഡിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനവും സെറ്റിൽമെൻറ്റും സാധ്യമാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 2 വർഷമായി യു കെ ഇമിഗ്രേഷൻ മിനിസ്ട്രിയുടെയും യു കെ ഹോം ഓഫീസിൻ്റെയും കടുത്ത ചില നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് അതിനെ 2 രീതിയിലാണ് ബാധിച്ചത്. ഒന്ന്, നേരത്തെ നമ്മൾ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ either 1 year or 2 years പോകുമ്പോൾ ഫാമിലി കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. അതുവഴി അവർക്കവിടെ വർക്ക് പെർമിറ്റിനും തുടർന്ന് PR പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത്, ജോലിക്ക് പോയിരുന്നവരായ, അതായത് COS ലഭിച്ച് ജോലിക്ക് ചേരുന്നവർക്ക് ഉണ്ടായിരുന്ന ആവശ്യമായിരുന്ന അടിസ്ഥാന ശമ്പള വ്യവസ്ഥിതി വളരെ ഉയർത്തി. ഇപ്പോൾ ചെറിയ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും 32,000 പൗണ്ടാണ് മിനിമം വാർഷിക വരുമാനം ഇവിടെ നിന്ന് പോകുന്ന ഒരു എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ളത്. Tier 2 വിസയിൽ പോകുന്ന ഒരാൾക്ക് ആവശ്യം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഫാമിലി അറ്റാച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ 2 നിയന്ത്രണങ്ങൾ, ഒന്ന് മാസ്റ്റേഴ്സിനുള്ള സ്റ്റുഡൻസിനും 2 എംപ്ലോയീസിനും ഇങ്ങനെ നിയന്ത്രണം വന്നപ്പോൾ യു കെയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സാധാരണ ഒരു എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ പഠനത്തിന് പോയി സെറ്റിൽമെൻറ്റിനായിട്ടോ പോകുന്നവർക്ക് വലിയ നിയന്ത്രണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ അവസരം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. ഈ അയർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ 2 രീതിയിലാണ് അയർലൻഡ്, നോർത്തേൺ അയർലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും 2ആയിട്ടാണ് കിടക്കുന്നത്. യു കെയിലെ 4 സ്റ്റേറ്റുകളിലൊന്നായ നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, ഈ 4 സ്റ്റേറ്റുകൾ യു കെക്ക് ഉള്ള പോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നോർത്തേൺ അയർലൻഡിൻ്റെ ഒരു വശത്തായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ധാരാളം പഠന സൗകര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് UG അതുപോലെ മാസ്റ്റേഴ്സിന് പോകാം. PR ഓപ്ഷൻസ് ഉണ്ട്. യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഒരുപാട് സാങ്കേതിക മികവുള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അയർലൻഡ് ഇന്ത്യക്കാർക്ക് വളരെ ഹോട്ട്സ്പോട്ടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റാറ്റിക്സ് അനുസരിച്ച് 2023 7,000 സ്റ്റുഡൻസ് പഠനത്തിനായിട്ട് അയർലൻഡിലേക്ക് പോയിട്ടുണ്ട്. അയർലൻഡിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണോ? ഇന്ത്യക്കാർക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ചിലവേറിയതാണോ? അയർലൻഡ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ബ്രെക്സിറ്റിന് ശേഷം UK മാത്രം മാറിയിരിക്കുന്നു. അയർലൻഡ് അടക്കമുള്ള 27 രാജ്യങ്ങൾ ഷെങ്കനും സ്കാൻഡിനേവിയനും, ചുരുക്കി പറഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അയർലൻഡിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായ കുട്ടികൾക്കും അയർലൻഡിലെ പൗരത്വമുള്ള കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യൻസിന് എഡ്യൂക്കേഷൻ ഫ്രീ അല്ല. അത് മാത്രമല്ല, ചിലപ്പോൾ സ്കോളർഷിപ്പുകൾ കിട്ടിയെന്നിരിക്കാം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പം പേയ്മെൻറ്റ് കൊടുത്ത് പോകേണ്ട ഒരവസ്ഥയുണ്ട്. നേരത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അയർലൻഡിൽ ഫ്രീ ആയി പഠിപ്പിച്ചിരുന്നു, ജർമ്മനി പോലെ. ഏതെല്ലാം കോഴ്സുകളും പ്രോഗ്രാമുകളുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നത്? UK-യും അയർലൻഡും ഏതാണ്ട് വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ ഒരേ നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഡിറ്റോവായിട്ട് 3 വർഷത്തെ ബിരുദം, അതായത് UG ബാച്ചിലർ ഡിഗ്രി അല്ലെ അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയാം. അതുപോലെ 1 വർഷം മുതൽ 2 വർഷം വരെ നീളുന്നതായ മാസ്റ്റർ ഡിഗ്രി, നമ്മുടെ ഇന്ത്യയിൽ PG പ്രോഗ്രാം എന്ന് പറയുന്ന ഡിഗ്രി. അങ്ങനെ മാസ്റ്റർ ഡിഗ്രി ഇതാണ് UK-യിലും അതുപോലെ തന്നെ അയർലൻഡിലും അതേ ഒരു ഈക്വൽ സ്റ്റാറ്റസിൽ നടത്തപ്പെടുന്നുണ്ട്. UK-യിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അയർലൻഡിലുമുണ്ട്. അയർലൻഡ് തലസ്ഥാനമായ ഡുബ്ലിനിലാണ് നമ്മുടെ കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നതും ധാരാളം പഠനാവസരങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജോലികളും ഇവിടെ നിന്നും ഇറങ്ങി വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് റീസെൻ്റായിട്ട് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അയർലൻഡിലേക്ക് പോകുന്നത്? പ്രധാനപ്പെട്ട കാരണം UK-യിൽ മാറി മാറി വരുന്ന നിയമങ്ങളാണ്. എല്ലാവരുടെയും കണ്ണിൽ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15-20 വർഷമായി UK ആയിരുന്നു കണ്ടിരുന്നത്. ബ്രെക്സിറ്റിൽ UK പുറത്തു വന്നു. മാത്രമല്ല, UK-യിൽ ചില സമയത്ത് സ്റ്റേ ബാക്കിലുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ, ഇതെല്ലാം വളരെ മാരകമായ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന മിഡിൽ ക്ലാസ് കുട്ടികളെ ബാധിച്ചതുകൊണ്ട് വലിയ മാറ്റങ്ങളില്ലാതെ എന്നാൽ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ധാരാളം ജോലി അവസരമുള്ള നിലവാരമുള്ളതായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമായ അയർലൻഡിനെ ജനം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. സാർ, ഈ അയർലൻഡിൽ സ്റ്റേ ബാക്ക് എത്ര വർഷമാണ്? കൂടാതെ ജോബ് ഓപ്ഷൻസ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും. അയർലൻഡിലും UK-യിലും യൂറോപ്യൻ യൂണിയനിലെല്ലാം തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള അവസരം സ്റ്റുഡൻസിന് 20 മണിക്കൂറാണ്. ഫുൾ ടൈം 40+ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
ഈ 20 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് ശമ്പള വ്യവസ്ഥിതി യൂറോയിൽ വരുമ്പോൾ UK ശമ്പളത്തിൻ്റെ പൗണ്ടിൽ കിട്ടുന്ന തുല്യമായ വേതനം മണിക്കൂറിന് അവിടെയുണ്ട്. ജോലി അവസരങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. UK കെയറർ മാളുകളിലെ ജോലിയാണ് പാർട്ട് ടൈം കുട്ടികൾ കൂടുതലായി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കെയറർ, അതുപോലെ മാളുകളിൽ, അതുപോലെ ചില പ്രത്യേക ക്ലബ്ബുകളിൽ, ഇവിടെയെല്ലാം ഈ അയർലൻഡിൽ പോകുന്ന കുട്ടികൾക്കും ജോലി അവസരം ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്തും പല അവസരം ലഭിക്കുന്നുണ്ട്. ആർക്കും തന്നെ ജോലി കിട്ടാത്ത അവസരമില്ല. പ്രത്യേകിച്ച് സമ്മർ സീസണായി കഴിഞ്ഞാൽ ധാരാളം തൊഴിലവസരങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവർക്കും ലഭിക്കുന്നുണ്ട്. സ്റ്റേ ബാക്ക് 2 വർഷമാണ് UK ഉള്ളത്. ഇതേ 2 വർഷം തന്നെ UG ആണെങ്കിലും 1 ഇയറിൻ്റെയോ അതിൽ കൂടിയതായിട്ടുള്ള മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും 2 ഇയർ സ്റ്റേ ബാക്ക് ലഭിക്കും. ഈ സമയത്ത് ഇവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാവുന്നതാണ്, ഓപ്പൺ വർക്ക് പെർമിറ്റ് മാറാവുന്നതാണ്. അതിനുശേഷം ഇവർക്ക് PR ഓപ്ഷൻ, ഒരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ PR ഓപ്ഷനിലേക്ക് മാറാം. പിന്നെ PRന് ശേഷം സിറ്റിസൺഷിപ്പ്, അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റിലുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. UK അതേ നിയമം തന്നെയാണ് അയർലൻഡിനും ബാധകമായിരിക്കുന്നത്. സാർ, ഈ പഠനകാലത്ത് എക്സ്പെൻസസ് എത്രയായിരിക്കും? അതൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും ഈ ചോദ്യത്തിൽ അയർലൻഡിലെ പഠനം വളരെ ലാഭകരമാണ്. UK പൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവുന്ന അതിനേക്കാൾ 20% താഴെയാണ് എക്സ്പെൻസസും ട്യൂഷൻ ഫീയും അയർലൻഡിലുള്ളത്. സർ, UG മാസ്റ്റേഴ്സ് പഠനത്തിന് ഫീസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഒന്ന് പറയാമോ? UK ഒരു വ്യക്തി പഠിക്കാൻ പോകണമെങ്കിൽ 6 മാസം ഒരു സെമിസ്റ്ററിൻ്റെ ഫീസ് കുറഞ്ഞത് 7,000 മുതൽ 8,000 പൗണ്ട് വരെ ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6,000 യൂറോയ്ക്ക് 6 മാസത്തെ പഠനം, അതായത് ഒരു വർഷം 12,000, 10,000 മുതൽ 30,000 വരെയാണ് ഒരു UGക്കോ അതും അല്ലെങ്കിൽ PGക്കോ, PG മീൻസ് മാസ്റ്റേഴ്സിനോ വാർഷിക ട്യൂഷൻ ഫീസ് വരുന്നത്. ആവറേജ് 13,000 യൂറോ ഒരു വർഷം ഒരു സ്റ്റുഡൻറ്റ് ട്യൂഷൻ ഫീ അടയ്ക്കാമെങ്കിൽ നിലവാരമുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ കഴിയും. അപ്പോൾ അതിന് 6 മാസത്തെ ഫീസ് അടച്ചുവിടുന്ന് പോകാൻ കഴിയും. കോസ്റ്റ് ഓഫ് ലിവിങ് 10,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇന്ത്യയിൽ കാണിക്കേണ്ടത്. അതവിടെ സെക്യൂരിറ്റിയായി ബോണ്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവനവൻ്റെ മാതൃരാജ്യത്ത് തന്നെ കാണിച്ച ശേഷം അത് കുറച്ച് ദിവസം സെക്യൂരിറ്റിയായി കാണിച്ചാൽ മതി വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഈ മെയിൻ്റനൻസ് ഫണ്ട് ആവശ്യമാണോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെയിൻ്റനൻസ് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ കാനഡയിലെ GIC പോലെയോ ജർമ്മനിയിലെ ലോക്ക് ഫണ്ട് പോലെയോ ആവശ്യമില്ല. അതാത് രാജ്യങ്ങളിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇന്ത്യയിൽ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഫണ്ടുണ്ട് എന്ന കൺഫർമേഷൻ ഫണ്ട് സൂക്ഷിക്കുന്ന ബാങ്കിൽ നിന്ന്, അല്ല എങ്കിൽ ഏതാണോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ടത് അവിടെ ഈ ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇത് മെയിൻ്റനൻസ്, അതായത് മാസം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉണ്ടെന്നുള്ള ലെറ്റർ കൊടുക്കുമ്പോൾ വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. സർ, ഈ പഠനകാലത്ത് മെഡിക്കൽ ഫ്രീ ആണോ? മെഡിക്കൽ അയർലൻഡിലും UK നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് ഹെൽത്ത് കാർഡുമായിട്ടാണ് പോകുന്നത്. പഠന സമയത്ത് ഈ ഹെൽത്ത് കാർഡ് ഉപയോഗിക്കുകയും ഇത് ഡോക്ടർ കൺസൾട്ടേഷന് പോലും, ട്രീറ്റ്മെൻറ്റ് പ്ലസ് കൺസൾട്ടേഷന് പോലും ഈ ഹെൽത്ത് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന സ്റ്റേ ബാക്കിൽ ഇറങ്ങുമ്പോൾ ഇവരുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കുമ്പോൾ ഒന്നുകിൽ ഇവരുടെ ഓൺ എക്സ്പെൻസിൽ ഇവർക്ക് പുതുക്കാം, അല്ല എങ്കിൽ എംപ്ലോയറുടെ ഇവരുടെ ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലുള്ളതായ ഹെൽത്ത് ഇൻഷുറൻസിന് ഇത് പുതുക്കുകയും അതിൽ നിന്ന് ഇവർക്ക് മെഡിക്കൽ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യാവുന്നതാണ്. ഈ UG മാസ്റ്റേഴ്സ് അഡ്മിഷന് IELTS ആവശ്യമാണോ? IELTS UK അയർലൻഡിലും അടിസ്ഥാനപരമായി മാൻഡേറ്ററി എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേവർ കിട്ടും. UK നിങ്ങൾക്കൊക്കെ അറിയാം, പല യൂണിവേഴ്സിറ്റികളിലും 12ാം ക്ലാസ് പഠിച്ച നിലവാരം, 12ാം ക്ലാസ് പഠിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടില്ലാത്ത ICSEയോ ISCയോ അതുപോലെ CBSEയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷിന് MOI നിലവാരമുള്ളവരാണെങ്കിൽ വേവർ ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ അയർലൻഡിലും IELTS കമ്പൾസറിയാണ്. മാസ്റ്റർ ഡിഗ്രിക്ക് 6.5 ഓവറോളും ഇൻഡിവിജ്വൽ 6ഉം ആവശ്യമുണ്ട്. UG പ്രോഗ്രാമിന് 6 ഓവറോളും 5.5 ഇൻഡിവിജ്വലും ആവശ്യമുണ്ട്. എന്നാൽ മിക്കവാറും കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് വേവർ കിട്ടാനുള്ള അവസരങ്ങളും സാധ്യതകളുമുണ്ട്. കൂടാതെ ടൊഫലൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഡുലിംഗോയും അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും MOI കൊടുക്കുകയാണെങ്കിൽ വേവർ ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. സർ, ഏതൊക്കെ കോഴ്സാണ് അയർലൻഡിൽ ജോലി സാധ്യതകളുള്ളത്? അതൊന്ന് പറയാമോ? അയർലൻഡിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അനുസരിച്ച് കൺസ്ട്രക്ഷൻ മേഖല, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ ബിസിനസ് അനലിറ്റിക്സ്, ഹെൽത്ത് കെയർ സെക്ടർ, ഈ 4 മേഖലകൾ അയർലൻഡ് വളരെയേറെ, അതുപോലെ ടീച്ചിങ്, ഈ 4 ജോലികൾ അയർലൻഡിൽ വലിയ തൊഴിലവസരങ്ങളെ നോക്കിയാണല്ലോ ഈ കോഴ്സിന് എല്ലാവരും പോകുന്നത്. വളരെ ജോയിൻ ചെയ്യാനും പോകാനും കഴിയുന്ന കോഴ്സുകളാണ്. UK അല്പം കൂടെ വ്യത്യാസമായിട്ട്
ചില സ്കോട്ട്ലൻഡിലൊക്കെ ചില എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും കൂടുതലായി ഉണ്ട്. എന്നാൽ അയർലൻഡിൽ പോകുമ്പോൾ കഴിയുന്നിടത്തോളം ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ, ഹെൽത്ത് കെയർ, സിവിൽ കൺസ്ട്രക്ഷൻ, ബിസിനസ് അനലിറ്റിക്സ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. MBA, ഗ്ലോബൽ MBA പോലുള്ള പ്രോഗ്രാം എടുക്കാവുന്നതാണ്. എന്നാൽ റേറ്റിങ്ങിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രോഗ്രാമുകളായിരിക്കണം എപ്പോഴും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അയർലൻഡിൽ പഠനം കഴിഞ്ഞ് PR എങ്ങനെ കിട്ടും? അത് ഈസിയാണോ? ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റായി PR കിട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, സർ കാനഡയാണോ ഈസി, അയർലൻഡാണോ എന്ന്. ശരിക്കും ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു അയർലൻഡ് തന്നെയാണ്. കാനഡയ്ക്ക് PR ലഭിക്കുമെന്നുള്ള സത്യമാണ്. എന്നാൽ അതിലും ഫാസ്റ്റാണ് ഈ അയർലൻഡിൽ PR ലഭിക്കാൻ. നമ്മൾ പഠിക്കാൻ പോയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇറങ്ങി നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത, നമ്മൾ പഠിച്ച മേഖലയിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അയർലൻഡിൽ. അങ്ങനെ നമ്മൾ പഠിച്ച മേഖലയിൽ ജോലി കിട്ടുമ്പോൾ, നമ്മുടെ വർക്ക് വിസ നിലനിൽക്കുമ്പോൾ ഏതാണ്ട് ഇമ്മീഡിയറ്റ്ലി 2 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് PR നീങ്ങാനും അതിനുശേഷം 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺഷിപ്പിലേക്ക് പോകാനും കഴിയും. ഇത് ശരിക്കും നിയമപരമായിട്ട് ഒരു വർക്ക്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റിലോ അതുമല്ലെങ്കിൽ ബിസിനസ്സിലോ 5 ഇയർ കംപ്ലീറ്റ് ആവുന്ന ഏതൊരാളിനും, ഒരു വിസ, റെസിഡൻസ് വിസ ഉള്ള ഏതൊരാളിനും PR അപ്ലൈ ചെയ്യാമെന്നാണ് അയർലൻഡ് നിയമം. എന്നാൽ ഇവർക്ക് സ്കിൽഡ് കാറ്റഗറി, അതായത് സ്കിൽഡ് പ്രൊഫഷൻ, അതും അല്ലെങ്കിൽ സ്കിൽഡ് ടെക്നോക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കാറ്റഗറിയാണ് 2 വർഷം മുതൽ മുമ്പോട്ടുള്ള കാലത്ത് PR അപ്ലൈ ചെയ്യുകയും പിന്നീട് സിറ്റിസൺഷിപ്പിലോട്ട് മാറുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കാനഡയേക്കാൾ ഈസിയാണ് അയർലൻഡിൽ PR ലഭിക്കാൻ. UK വളരെ പ്രയാസമുണ്ടെന്നറിയാമല്ലോ. വിസകൾക്ക് ടിയർ ഉള്ളതുകൊണ്ട്, Tier 1, Tier 2 കാറ്റഗറി ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അയർലൻഡിനേക്കാൾ കൂടുതലാണ് PR കടക്കാൻ. അതുപോലെ ഈ പഠനകാലത്ത് ഫാമിലിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കായി വരുന്ന 5 വർഷം അത്രേ പറയുന്നുള്ളൂ. കാരണം യൂറോപ്പിലെ ഏതൊരു രാജ്യത്തായാലും 5 വർഷം കൂടുമ്പോൾ നിയമം മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ 5 വർഷമായിട്ട് UK മാസ്റ്റേഴ്സിന് പോകുന്ന എല്ലാവരും അവർ പോകുന്ന സമയത്ത് തന്നെ സ്പൗസിൻ്റെ ഫണ്ട് ഇന്ത്യയിൽ കാണിച്ചാൽ മതി എന്ന കാരണമുള്ളത് കൊണ്ട് സ്പൗസിനെയും കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ വന്നപ്പോൾ റിസർച്ചിന് പോകുന്ന അല്ലെങ്കിൽ 3 വർഷത്തെ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും മാസ്റ്റർ പ്രോഗ്രാമിന് പോകുന്ന ആളിന് മാത്രമേ ഇപ്പോൾ വിസ പാസ്സാവുന്നുള്ളൂ. എന്നാൽ അയർലൻഡിൽ അങ്ങനെയല്ല. അയർലൻഡിൽ മാസ്റ്റേഴ്സിന് 1 വർഷത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി വിസ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെയ്യാൻ പാടില്ലെന്ന് നിയമമില്ല. എന്നാൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വളരെ അടുത്ത സമയത്ത് തന്നെ സ്പൗസിനെയും ഈ മാസ്റ്ററിനെ പോകുന്ന കൊണ്ടുപോകാൻ പറ്റും. ഈ സ്പൗസിനവിടെ വർക്ക് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആരെങ്കിലും സ്പൗസോ ഈ സ്റ്റുഡൻറ്റോ ഒരു PR അപ്ലൈ ചെയ്യുകയോ ചെയ്താലും അവിടെ അവർക്ക് PRും സെറ്റിൽമെൻറ്റുമായി മുമ്പോട്ട് പോകാവുന്നതാണ്. അതുപോലെ ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് സ്റ്റഡി വിസയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ സ്റ്റുഡൻറ്റിന് ആവശ്യം LOA, അതായത് ഓഫർ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആവശ്യമുണ്ട്. പിന്നെ വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആവശ്യമുണ്ട്, പാസ്പോർട്ട് ആവശ്യമുണ്ട്. അതുപോലെ മെയിൻ്റനൻസ് ഫണ്ട് ബാങ്കിൽ നിന്ന് കാണിക്കണം, റെക്കോർഡ് കാണിക്കണം. ട്യൂഷൻ ഫീസ് ഏറ്റവും കുറഞ്ഞത് 6000 എങ്കിലും യൂറോ അടച്ചതായിട്ടുള്ള റെസീറ്റ് കാണിക്കണം. പിന്നെ ഫോട്ടോഗ്രാഫുണ്ട്. ഇങ്ങനെയുള്ള ക്ലിയറൻസുകൾ മിനിമം ആവശ്യമുള്ള എല്ലാം വെച്ചാണ് വിസ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ റേറ്റ് അയർലൻഡിന് വളരെ കുറവാണ്. മറ്റ് ലീഗൽ ഇഷ്യൂസ്, അതായത് ക്രിമിനൽ ഇഷ്യൂസും ബാക്ക്ഗ്രൗണ്ടും ഒന്നും, അത് പോലീസ് ക്ലിയറൻസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അത്തരത്തിലുള്ള റിജക്ഷൻ റേറ്റുകളും വളരെ കുറവായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അയർലൻഡിലെ വെതറിനെ പറ്റി ഒന്ന് പറയാമോ? ക്ലൈമറ്റ് ചോദ്യം മനസ്സിലായി. ക്ലൈമറ്റ് യൂറോപ്പിൽ എല്ലാവർക്കും അറിയാം, ചെറിയ സ്നോഫാളുണ്ട്, കാര്യങ്ങളുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അല്പം സ്നോഫാൾ പ്രതീക്ഷിക്കാം. എന്നാൽ അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോഴും മെയ് ജൂണിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ മഴയുണ്ട്. നമ്മുടെ കേരളത്തിലിപ്പോൾ കൂടി വരുന്ന ചൂട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചൂടും തണുപ്പും ഏറ്റ് കഴിയുന്നവർക്ക് മനസ്സിലാകും. നമുക്ക് ആവറേജ് താങ്ങാൻ കഴിയുന്ന ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ഹോട്ട് വിൻ്റർ, കാനഡയെ പോലെ ഒരു വലിയ ഹോട്ട് വിൻ്റർ എന്ന് പറയാനില്ല. ഹോട്ട് വിൻ്റർ ഇൻ ദ സെൻസ് -ഡിഗ്രിയോട്ട് ഒരുപാട് പോകുന്ന ഒരു അവസ്ഥയില്ല. അതുപോലെ വലിയൊരു ഹോട്ട് സമ്മറും ഇല്ല. ജനുവരി ഫെബ്രുവരി മാസത്തിൽ അല്പം സ്നോഫാൾ തുടർച്ചയായി അത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് വൈസിൽ നമുക്ക് യൂറോപ്പിലെ ഏറ്റവും നല്ല ഒരു രാജ്യമാണ് അയർലൻഡ്. വിദേശ പഠനത്തെപ്പറ്റി നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ തന്നതിനും പ്രത്യേകിച്ച് അയർലൻഡിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിനും മാത്യു സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് വഴിയായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഓഫീസ് വഴിയോ
നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.